രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായി ഗവർണർ അയച്ച 3 ബില്ലുകൾ രാഷ്ട്രപതി തടഞ്ഞുവച്ചിരിക്കുകയാണെന്ന് രാജ്ഭവൻ. ചാൻസലർ ബിൽ, സർവകലാശാല നിയമ ഭേദഗതി ബിൽ, സാങ്കേതിക സർവകലാശാല ബിൽ എന്നിവ രാഷ്ട്രപതി തടഞ്ഞതായി രാജ്ഭവൻ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. ലോകായുക്ത ബില്ലിൽ രാഷ്ട്രപതി ഒപ്പിട്ട പശ്ചാത്തലത്തിലാണ് 3 ബില്ലുകൾ തടഞ്ഞുവച്ചിരിക്കുന്നത്. സർക്കാരിന് തിരിച്ചടിയാണെന്ന സൂചനയുമാണ് രാജ്ഭവൻ നൽകുന്നത്. നിയമസഭ പാസാക്കിയ ലോകായുക്ത നിയമ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകിയത് ലോക്പാൽ ബില്ലിന് സമാനം എന്ന നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ലോകായുക്ത ബില്ലിൽ സർക്കാരിന് ആശ്വസിക്കാമെങ്കിലും സുപ്രധാനമായ 3 ബില്ലുകൾ തടഞ്ഞുവെച്ചത് തിരിച്ചടിയാകുകയാണ്. ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന ബിൽ, സർവകലാശാല നിയമ ഭേദഗതി ബിൽ 2022, സർവകലാശാല ഭേദഗതി ബിൽ 2021 എന്നിവയാണ് രാഷ്ട്രപതി തടഞ്ഞുവെച്ചത്. സംസ്ഥാന സർക്കാർ പാസാക്കിയ 7 ബില്ലുകളിൽ ഒപ്പിടാതിരുന്ന ഗവർണറുടെ നിലപാടിന് എതിരെ സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. തുടർന്നാണ് ലോകായുക്ത ബില്ലടക്കം ഗവർണർ 2023 നവംബറിൽ രാഷ്ട്രപതിക്ക് അയച്ചത്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 ബില്ലുകളിൽ രാഷ്ട്രപതി ഒപ്പിട്ടില്ല എന്ന് വ്യക്തമാക്കി രാജ്ഭവൻ വിശദമായ വാർത്താക്കുറിപ്പിറക്കി. 1.5 വർഷത്തോളം ബില്ല് രാജ്ഭവനിൽ വെച്ച ശേഷമാണ് ലോകായുക്ത നിയമ ഭേദഗതി ഗവർണർ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായി അയച്ചത്. അതിൽ വളരെ വേഗത്തിൽ രാഷ്ട്രപതി അംഗീകാരം നൽകിയത് സർക്കാരിന് വലിയ ആശ്വാസവും ഗവർണർക്ക് തിരിച്ചടിയുമായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് സർക്കാരുമായി ഏറ്റുമുട്ടൽ നിലനിൽക്കുന്ന 3 ബില്ലുകളിൽ രാഷ്ട്രപതി ഒപ്പിട്ടില്ല എന്ന് രാജ്ഭവൻ വിശദീകരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.